എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെയും FIs ഇന്ത്യൻ മാർക്കറ്റിൽ 920 കോടി രൂപയുടെ ബൈയിങ് നടത്തി. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിലെല്ലാം തന്നെ ഗംഭീര റാലിയിലാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൻ്റെ അവസാനത്തെ സെക്ഷനിൽ ഒരു വലിയ സ്പൈക്ക് ഉണ്ടായി. ടെക്നിക്കൽ ഗ്ലിച്ച് ആണെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ ഗ്ലിച്ച് അല്ല. ഇപ്പോൾ നമ്മളുടെ ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷൻ അനുസരിച്ചാണ് ലാസ്റ്റ് പ്രൈസ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇന്നലത്തെ നിഫ്റ്റിയുടെ ക്ലോസിങ്. ആ ഒരു ഒഫീഷ്യൽ ക്ലോസിംഗ് ആയിട്ട് 24,774 വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ നടന്ന കാഴ്ച ഏറ്റവും താഴെ കാണാം. നാസ്ഡാക്കും ഡോയും ഗംഭീര റാലി. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവാണ്. കോസ്പിയും നെഗറ്റീവാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,660, 24,635 എന്ന നിലയിലാണ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഉള്ളത്. ബ്രന്റ് ഓയിൽ 84, ബിറ്റ്കോയിൻ 63,000. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് $4,048 എന്ന നിലയിലാണ് ഉള്ളത്. കൂടാതെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. പ്രധാനമായിട്ടും ഇന്ന് ഓഗസ്റ്റ് 4 എയർടെലിൻ്റെ റിസൾട്ട്, ONGCയുടെ റിസൾട്ട്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് പ്രോപ്പർട്ടി, മാരിക്കോ, UBL, ദീപക് നൈട്രേറ്റ്, കല്യാൺ ജ്വല്ലേഴ്സ്, MCX, NHPC, അലംബിക് ഫാർമ, സൈഡസ് ലൈഫ്, മെട്രോ ബാൻഡ്, പ്രിൻസ് പൈപ്പ്, ഇമാമി, മെട്രോപോളിസ്, നെയ്ക്ക, റൈറ്റ്സ്, കാസ്ട്രോൾ ഇന്ത്യ, ഗ്രാഫൈറ്റ് ഇന്ത്യ, ഭാരത് ബിജ്ലി തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട്. ഇത് മാത്രമല്ല ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വീണ്ടും ഉണ്ട്. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കാം. ഓൺലൈനാണെന്ന് കരുതി പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് സൂമുണ്ട്, പ്രീ റെക്കോർഡ് വീഡിയോസ് ഉണ്ട്, 1 ഇയർ വരെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. DLFിൻ്റെ റിസൾട്ട് വന്നു. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്നു. കഴിഞ്ഞ തവണത്തെ പ്രോഫിറ്റ് 762 ഇത്തവണ 793. LIC ഗവൺമെൻറ് LICയുടെ ഓഫേഴ്സ് പ്രഖ്യാപിച്ചു. ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് വിറ്റ് മാറാണ്. 6.5% സ്റ്റേക്ക്. അത് നിശ്ചയിച്ചിരിക്കുന്ന വിൽക്കുന്ന വില എന്ന് പറയുന്നത് 382. അതായത് ഇപ്പോഴുള്ള LTPയിൽ താഴെ ഗവൺമെൻറ് LICയുടെ 6.5% സ്റ്റേക്ക് വിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് വിൽക്കുന്ന പ്രൈസിലേക്ക് സ്റ്റോക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, ശ്രദ്ധിക്കുക. IRDA നെറ്റ് പ്രോഫിറ്റ് 36% വർദ്ധിച്ചു. പേടിഎമ്മിൻ്റെ പ്രൊമോട്ടേഴ്സ് പേടിഎമ്മിൻ്റെ 2.5% സെല്ല് ചെയ്ത് മാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. കാൻസൈ നെറോലാക്ക് നെറ്റ് പ്രോഫിറ്റ് 5% ഉയർന്നു. ഗൾഫ് ലൂബ്രിക്കൻ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 28% ഉയർന്നു. GE ഷിപ്പിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 2 മടങ്ങ് ഉയർന്നു. JSK ഫാർമ നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ഇത്തവണ ലോസാണ്, പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ ലോസിൽ നിന്ന് ലോസ് കുറച്ച് കൊണ്ടുവന്നു. 41 കോടി രൂപ ലോസിൽ നിന്ന് 28 കോടി രൂപ ലോസ് കുറഞ്ഞു. തോമസ് കുക്ക് നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്നു. ഡോംസ് കമ്പനി 57 നിന്ന് 44 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കിംസും 78 കോടി രൂപയിൽ നിന്ന് 41 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. KEI ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 196 നിന്ന് 274 ഉയർന്നു. നസാറ ടെക് ഇത്തവണ ലോസ് റിപ്പോർട്ട് ചെയ്തു. 82 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. നമുക്ക് വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ ഓൺലൈനായിട്ട് കോഴ്സ് ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.